പിണറായി വിജയൻ തന്റെ മൂത്ത സഹോദരനെന്ന തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ തുങ്കാ നഗരമെന്നറിയപ്പെടുന്ന മധുരൈ ഇപ്പോൾ ചുവന്ന നഗരമായെന്നും സിപിഐഎം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് നടത്തിയ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് എം.കെ. സ്റ്റാലിൻ പറഞ്ഞു. സ്റ്റാലിനെ സഹോദരനെന്നാണ് പിണറായി വിജയനും അഭിസംബോധന ചെയ്തത്. പിണറായി വിജയനും എം.കെ. സ്റ്റാലിനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു സെമിനാർ വേദി. തമിഴ് മക്കൾക്ക് വണക്കം പറഞ്ഞ് പ്രസംഗം തുടങ്ങിയ പിണറായി സഹോദരനെന്നാണ് സ്റ്റാലിനെ അഭിസംബോധന ചെയ്തത്. എല്ലാവർക്കും വണക്കം. ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് ആൻഡ് മൈ ബ്രദർ എം.കെ. സ്റ്റാലിൻ ആൻഡ് അതർ ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗെസ്റ്റ്സ് ആൻഡ് ഫ്രണ്ട്സ്. പിണറായി വിജയൻ തന്റെ മൂത്ത സഹോദരനാണെന്ന് എം.കെ. സ്റ്റാലിനും പറഞ്ഞു. ஒன்றியத்தை ஆளும் பாஜக அரசோட எதிர்ச்சதிகர தன்மையால அதிகமாக பாதிப்படைகிறவங்கள முதன்மையா இருக்கிறது நானும் நம்ம சகாவு பினராயி விஜயனும் தான். அதனால இந்த கருத்தரங்களை நாங்க பேசுறத நீங்க வாக்கு மூலமாகவே எடுத்துக்கலாம். அதைத்தான் முன்னாடி அவர் பேசிட்டு போயிருக்கிறாரு. அதை தொடர்ந்து நானும் பேச வந்திருக்கிறேன். பிரதர்னாரு, உண்மைதான், எனக்கு இவர் மூத்த சகோதரர். പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി മധുരൈ ചുവന്ന നഗരമായെന്ന് പറഞ്ഞ സ്റ്റാലിൻ DMK CPIM ബന്ധം ദൃഢമാണെന്നും കൂട്ടിച്ചേർത്തു. தூங்கா நகரம் என்று சொல்லுவோம். ஆனால் அந்த தூங்கா நகரம் இன்றைக்கு சிவப்பு மாநகரமாக மாறியிருக்கு. எங்கும் சிவப்பு நிறைஞ்சிருக்கிறத பார்த்து முதல் ஆளா மகிழ்ச்சி அடைகிறேன். ஏன்னா திராவிட முன்னேற்ற கழகத்துடைய கொடியில பாதி சிவப்பு, கொடியில மட்டுமல்ல எங்கெல்ல பாதி நீங்க. தன்னை ஒரு கம்யூனிஸ்டாகவே அடையாளப்படுத்தி கொண்டவர் தலைவர் கலைஞர் அவர்கள். உங்கள பாதியா இந்த மாநாட்டுக்கு வந்திருக்கக்கூடிய என் பேர் ஸ்டாலின். കേന്ദ്ര നയങ്ങൾക്കെതിരെ യോജിച്ച് പോരാടാനുള്ള ഇരു മുഖ്യമന്ത്രിമാരുടെയും പ്രഖ്യാപനത്തെ നിറഞ്ഞ കയ്യടികളോടെയാണ് സദസ്സ് സ്വീകരിച്ചത്. എം. സന്തോഷ്, കൈരളി ന്യൂസ്, മധുരൈ.